ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു ഇവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും തരുവാണ്. ഇപ്പം ഇവിടെ ഞങ്ങൾ കാനഡയിൽ വാൻകോവറിനടുത്ത് അമ്മക്കളിയൊക്കെ ഇപ്പോൾ ഇവിടോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുന്ന അറിയാമോ? നാട്ടിൽ നടക്കുന്ന ഓരോ ഡെയിലി ഞാൻ ന്യൂസ് കാണുന്നുണ്ടല്ലോ. ഇപ്പം നമുക്ക് വയനാട്ടിൽ നടന്ന നമ്മളെല്ലാവരും ആ ഒരു ദുഃഖത്തിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. 2-3 സ്ഥലങ്ങളെ അങ്ങനെ ഇല്ലാതായത് നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. പക്ഷെ ഞങ്ങൾ അന്യനാട്ടിലിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒക്കെ ഉള്ള പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാലും ഉള്ളത്. അതിനുവേണ്ടി ഇവിടെ വാൻകോവറിലുള്ള എല്ലാവരും കൂടെ ഒരു ഫണ്ട് കളക്ഷൻ നടത്തുന്നുണ്ട്. അപ്പം അതിന് ഓർക്കസ്ട്ര മാതിരി ചെണ്ടമേളം അതെല്ലാം സംഭവം ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഇറങ്ങുവാണ്. നമ്മളെ കഴിയുന്നത് ഞങ്ങൾ പള്ളിയിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് സഹായങ്ങൾ. ഇവിടെ അവർ നമ്മൾ അറിയുന്ന പിള്ളേരാണ് നടത്തുന്നത്. അപ്പം നമ്മൾ ശരി ജസ്റ്റ് പോയി നമ്മളെ കൊണ്ട് കഴിയും, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ സഹായിക്കുക എന്നുള്ള ഒരു ഇതിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പോയി നോക്കിയെങ്കിൽ അറിയത്തില്ല. വയനാടിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്താൻ റോക്ക്ഡെയിൽ നിന്നൊരു ചെണ്ട സമിതി ആഹ്വാനം ചെയ്ത് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അതിന് തക്കതായത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ പറ്റുന്നത് ഞങ്ങൾ സഹായിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഞങ്ങളെല്ലാവരും അവിടെ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരാഴ്ച എനിക്ക് ഉറക്കമേ വന്നില്ല കേട്ടോ. അവിടെ നടന്ന ഓരോ കാര്യങ്ങളും, അതായത് ആ ഓരോ ദിവസവും ന്യൂസിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ കണ്ണിൽ കൂടെ അതാണ് ഇങ്ങനെ പോകുന്ന കർത്താവെ, മനുഷ്യൻ്റെ ജീവിതം ഇത്രയുള്ളല്ലോ. നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയൊക്കെ കർത്താവെ ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. നമ്മൾ റിസർച്ച് അങ്ങനെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റിയെ കുറിച്ച് ഇറ്റ്സ് കോൾഡ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി.
വിചാരിക്കും എന്താ എല്ലാവരും ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്ന്. കാര്യം വയനാടിന് വേണ്ടി, അതായത് നമ്മുടെ സ്വന്തം നാട്, ദൈവത്തിൻ്റെ നാടിന് വേണ്ടി, അതായത് ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. There we go. Thank you very much, guys. Thanks for the support. Thanks for the support. So we just kick-started the entertainment session. Now we have lots of BC, finest group of finest singers, and they were part of different bands like freestyle singers and a lot of lead instrumentalists and everyone. അല്ലാതെ സന്തോഷം കൊണ്ട് ചാടുകയല്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അവരാൽ കഴിയുന്ന എല്ലാവരും ചെയ്യണം. അതിനുവേണ്ടി അവർ പ്രയത്നിക്കുകയാണ്, ഈ പരിപാടികളെല്ലാം നടത്തി. പക്ഷേ ഇതിലെല്ലാവരും പങ്കെടുത്തു കേട്ടോ, ഒരുമാതിരി എല്ലാവരും പങ്കെടുത്തു. തനി എല്ലാവരും കൊടുക്കുന്നുണ്ട്, അവരോട് അസോസിയേഷൻ്റെ അവരോട് കമ്മ്യൂണിറ്റികളിലെല്ലാം കളക്ഷൻ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാമിന് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വന്ന് സഹകരിച്ചിട്ടുണ്ട്. ഭയങ്കര ഇവരെടുത്ത എഫേർട്ടിനൊരു വലിയൊരു നമ്മൾ സല്യൂട്ട് തന്നെ കൊടുക്കണം അവർക്ക് കേട്ടോ. കുറേ ഓർക്കസ്ട്ര ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നത് അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നല്ല നല്ല ഗായകരുന്ന് അത് നല്ല ഇത്രയും ടാലൻ്റ് ഉള്ളവരൊക്കെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വന്ന് പാടുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സ്വന്തം കേരളത്തിന് വേണ്ടി. അന്യനാട്ടിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നമ്മുടെ നാട്ടിലൊരു ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഓടിയെത്തി എല്ലാവരും പരിശ്രമിച്ച എല്ലാവർക്കും നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം ഞങ്ങൾ എല്ലാവർക്കും തരികയാണ്. ഇരുന്നാലും നമ്മുടെ നാട്ടിലൊരു ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഓടിയെത്തി എല്ലാവരും പരിശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. ബാക്കിയെല്ലാം നമുക്ക് നാളെ മുതൽ നമ്മൾ അടുത്ത ഗാർഡൻ്റെ വീഡിയോകൾ വരുന്നതായിരിക്കും. ഇത് സ്പെഷ്യലായിട്ട് ഇന്നലെ അതിന് പോയോണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. എടുത്ത് നിങ്ങളിലൊക്കെ എത്തിക്കുക. അതായത് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്നുള്ള ഒരു അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ.